ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ചെയ്യാം, നാളെ മുതല് ഞാനൊരു കത്തിയുമായിട്ട് ഇറങ്ങാം. എന്നിട്ട് കണ്ണി കാണുന്നവരുടെയൊക്കെ മെക്കിട്ട് കയറാം. അപ്പോഴേക്കും നീ പോയൊരു വെള്ള സാരി വാങ്ങി വെക്കും. പിന്നീട് അങ്ങോട്ട് നിനക്കതിന്റെ ആവശ്യമേ കാണും. വെള്ളസാരി ഒരെണ്ണം മാത്രം മതിയോ? രണ്ടെണ്ണം വേണ്ടേ? താൻ ഇത് എവിടെ ആടൂ? വീട്ടിലുണ്ട്. വീട്ടിൽ കയറി ആടെ ഇരിക്കുവന്ന് താൻ? ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ആ ശിവദാസനോട് പറഞ്ഞോ? അതേപോലെ പറഞ്ഞു. പക്ഷേ ശിവനൊന്നും വിട്ടു പറയുന്നില്ല. ഞാൻ എന്റെ ആവതും ശ്രമിച്ചു നോക്കി. കുറെ നാളായിട്ട് താൻ ശ്രമിക്കുന്നു. ശിവദാസന്റെ ഭാര്യയും മോള് എവിടെയാണെന്നറിയാൻ അയാളിലൂടെ പറ്റൂ. അതാ ഞാൻ തന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ഇതിങ്ങനെ നീണ്ടുപോയാൽ അറിയാമല്ലോ എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ മോള് മോള് അത് ഓർമ്മ വേണം. എന്റെ മോളെ ഒന്നും ചെയ്യരുത് നരേന്ദ്ര. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. താനേ കൂടുതലൊന്നും ചെയ്യണ്ട. സീതയും മോള് കല്യാണിയും എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാ മതി. അത് ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്താണെന്ന്. താൻ ഇതുവരെ തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ? ഇല്ല. തിരുവനന്തപുരത്തെ ഒരു വീടല്ല, തിരുവനന്തപുരത്തെ ആ വീടിന്റെ അഡ്രസ്സാ വേണ്ടത്. കോയമ്പത്തൂരിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് മൂത്ത മോളെ അങ്ങ് മാറ്റിയല്ലേ. ഇപ്പോ കണ്ണൂർ ഒരു ഹോസ്റ്റലാണ് അവള് താമസിക്കുന്നത്. താൻ എന്താ കരുതിയത് ഇതൊന്നും ഞാൻ അറിയില്ലെന്ന്? തന്റെ ഇളയ മകളെ പൊക്കിയതുപോലെ മൂത്ത മോളെ ഞാൻ അങ്ങ് പൊക്കും. നരേന്ദ്ര, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. മണിമാല നരേന്ദ്രന് തന്നെ കിട്ടും. മണിമാലേ എനിക്കല്ല ആവശ്യം, ആവശ്യക്കാര് വേറെയാ. തന്റെ മോളുടെ ജീവനും ജീവിതവും ഒക്കെ അവരുടെ കയ്യിലാ. അവരാരാന്ന് തനിക്ക് ശരിക്കും അറിയില്ല. തന്റെ കുടുംബം അവര് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്യും. ഓ, നാട്ടിലെങ്ങും ഗുണ്ടാവിളയാട്ടം. ഗുണ്ടകളുടെ പിറകിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെ കൈകളുണ്ടെന്ന് പോലീസിന്റെ നിഗമനം. കാണും, ഉറപ്പായിട്ടും കാണും. ഈ ഗുണ്ടകളെയൊക്കെ വളർത്തുന്നത് തന്നെ ഈ ബിസിനസ്സുകാരാണല്ലോ. വമ്പൻ സ്രാവുകളായ ബിസിനസ്സുകാർ ഉടനെ പോലീസ് കസ്റ്റഡിയിലാകുമെന്ന് മന്ത്രി. അയ്യോ, അപ്പൊ ഉടനെ ഒരു വക്കീലിനെ പോയി കാണണമല്ലോ. എനിക്കും വേണ്ടപ്പെട്ട ചിലരും അകത്തു പോകാൻ സാധ്യതയുണ്ടല്ലോ. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? പത്രത്തിൽ ഗുണ്ടകളെ പറ്റി വായിച്ചപ്പോഴാ മറ്റൊരു കാര്യം ഓർത്തത്. നിന്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടല്ലോ. അയ്യോ, എന്തു പറ്റിയതാ? ചുണയുള്ള ആരോടെങ്കിലും കയറി ചൊറിഞ്ഞു കാണും, അവര് കയറി മേഞ്ഞു കാണും. അല്ലാതെ ഇവനൊക്കെ വേറെന്തു പറ്റാൻ? നീ എന്തായാലും ഹോസ്പിറ്റലിൽ അവനെ കാണാൻ പോവല്ലോ. അപ്പൊ അവനോടൊന്ന് പറഞ്ഞേക്കണം, ഈ അടിയും കുത്തും വെട്ടുമൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ മാത്രമല്ല ഇങ്ങോട്ടും കൂടെ കിട്ടാനുള്ളതാണെന്ന്. നിന്റെ മിക്ക ബിസിനസ്സിലും അവനും പാർട്ട്ണർ അല്ലേ. പിന്നെ ഈ അടിയൊക്കെ അവൻ ഒറ്റയ്ക്ക് വാങ്ങുന്ന എന്തിനാ? ഒരു ഷെയർ പാർട്ട്ണർക്കും കൂടെ കൊടുത്തൂടെ? രമേ, നീ അത് അവനോടൊന്ന് ചോദിക്കണം. അങ്ങനെ അവനിപ്പോ ഒറ്റയ്ക്ക് സൂഹിക്കണ്ട. നിങ്ങൾ കൂടുതലങ്ങ് പറഞ്ഞ് കയറണ്ട. ആയുധം വെച്ച് കളിക്കുന്നവന് പരിക്ക് പറ്റും.
ചിലപ്പോ ഹോസ്പിറ്റലിലും ആവും. ഇനി ചിലപ്പോ മരിച്ചു പോയെന്നും വരും. മനസ്സിൽ വാശിയും ദേഷ്യവും ഒക്കെ ഉള്ളവന് ലോകം കാൽച്ചുവട്ടിലേക്കാക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ ജീവിതത്തില് ഇതൊക്കെ സ്വാഭാവികമാണ്. അവന്റെ മനസ്സ് നിറയെ വാശിയാണ്, അല്ലാതെ രഹസ്യപ്രേമമല്ല. അവന്റെ കയ്യിൽ എപ്പോഴും ഉള്ളത് ആയുധമാണ്, റോസാപ്പൂ അല്ല. ചിലർക്കൊക്കെ ഇങ്ങനെ പരിഹസിക്കാനേ കഴിയൂ, പിന്നെ എന്നെ കുറെ കുറ്റം പറയാനും. വേണ്ട, ഒരു കാര്യം ചെയ്യാം. നാളെ മുതല് ഞാനൊരു കത്തിയുമായിട്ട് ഇറങ്ങാം. എന്നിട്ട് കണ്ണി കാണുന്നവരുടെയൊക്കെ മെക്കിട്ട് കയറാം. അപ്പോഴേക്കും നീ പോയൊരു വെള്ള സാരി വാങ്ങി വെക്കും. പിന്നീട് അങ്ങോട്ട് നിനക്കതിന്റെ ആവശ്യമേ കാണൂ. വെള്ളസാരി ഒരെണ്ണം മാത്രം മതിയോ? രണ്ടെണ്ണം വേണ്ടേ? പുറമേ എന്നെ കാണുന്നവർക്ക് ഇങ്ങനെ പകിട്ടും പത്രാസും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് എന്നേ ഞാൻ വെള്ള സാരി എടുത്തുടുത്തു കഴിഞ്ഞു. എനിക്കറിയാമായിരുന്നു അവസാനം നീ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഇതു പറഞ്ഞു തന്നെ ആയിരിക്കുമെന്ന്. പകിട്ടും പത്രാസും കാണുന്നവർക്കല്ല തോന്നേണ്ടത്, സ്വയം തോന്നണം. നിന്റെ കയ്യിലിരിപ്പ് ഇനിയും നന്നായില്ലെങ്കിൽ ഈ നരേന്ദ്രനെ പോലെ ഉള്ളവന്മാരുടെ കൂടെ നടന്ന നിന്റെ കാര്യം പോക്ക. അവന് തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കാനില്ല. നിനക്കങ്ങനല്ല. നിനക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്. നീയായിട്ട് ഇവിടെ ഉള്ളവരുടെ തല താഴ്ത്തരുത്. പേരിനെ ഉള്ളുവെങ്കിലും നിന്റെ ഭർത്താവായി എനിക്കത് നാണക്കേടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ വീട്ടിലെ മെയിൻ പൂജാരി ഇവിടെ വന്നിരിക്കുവാണോ? വന്നു മോശം പിടിക്കാനായിട്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി രമാമ പറഞ്ഞത് കേട്ട് തനിക്ക് വിഷമായി കാണുന്നു. അതാ ഒന്ന് ആശ്വസിപ്പിക്കാന്ന് എഴുതി വന്നത്. തന്റെ കാല് വേണമെങ്കിൽ പിടിക്കാം, ഒന്ന് പോയി തരുവോ? അതിന് ഞാൻ എന്ത് ചെയ്തു? രമാമയല്ലേ? താൻ ആദ്യം അവരുടെ കാര്യം പറയുന്നതൊന്ന് നിർത്തുവോ? ഒരു കുമാമ, അവർക്ക് ഞാൻ വല്ല എലിവശവും കലക്കി കൊടുക്കും. എങ്കിൽ പിന്നെ അത് പറയുന്നില്ല, തന്റെ കാര്യം പറയാം. തന്റെ പൂജയൊക്കെ ദേവിക്ക് ഇഷ്ടായിട്ടുണ്ട്, അതല്ലേ സ്പോട്ടിൽ തന്നെ വഴക്കിട്ടിയത്. പിന്നെ താൻ ഈശ്വരന്മാരെ പൂജിക്കുന്നതും സേവിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. വാ തുറന്നാൽ അമ്മാതിരി വർത്താനല്ലേ. ഇനി താൻ എന്നോട് വല്ലതും പറഞ്ഞാ ഞാൻ തന്നെ തല്ലും. അത്രയ്ക്കും ദേഷ്യം വന്നിരിക്കുവാ ഞാൻ. ശരി, ഞാൻ മിണ്ടുന്നില്ല. ദേഷ്യം മാറുമ്പോ പറഞ്ഞാ മതി.